ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി മൂടി വെച്ചതായിരുന്നു. വൈകുന്നേരം എടുത്തപ്പോഴത്തേക്കും എല്ലാം പാകമായിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. മെഴുക്ക് മേലെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു റിലിഷ് മൈ ലൈഫ്. ഞാനിന്ന് ഒരു ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മീൻകറി പല രീതിയിലുണ്ടാക്കാറുണ്ട് അല്ലേ. മുളകിട്ട് വെക്കാറുണ്ട്, തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ഞങ്ങൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞങ്ങളുടെ അവിടെ തേങ്ങാപ്പാലിൽ പൊടികളെല്ലാം കലക്കിയിട്ട് അതൊന്ന് വറ്റിച്ച് മീനിട്ടിട്ടാണ് കറി വെക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് ഒരു 1.5 to 2 കപ്പ് വെള്ളം നമുക്ക് യൂസ് ചെയ്യാം അരക്കാനായിട്ട്. ഇതിൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കും, ഇവിടെ കിട്ടുക ഫ്രീസറിലുള്ളതും എല്ലാം ഇട്ട്. അപ്പം അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അരക്കുമ്പോഴത്തേക്കും നമുക്ക് കറി വെക്കുമ്പോൾ പിരിഞ്ഞ പോലായി പോകും. അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാം. തണുപ്പൊന്ന് വിട്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അതല്ല ഓവനുള്ളവരാണെങ്കിൽ അവർക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാലെടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ചൂടുള്ള വെള്ളം എടുക്കാൻ നോക്കുക. അപ്പം നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. കറി വെക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും നല്ലതായിട്ട് വരും. ആദ്യം തന്നെ ഒരു ചെറിയ സൈസിലുള്ള ഒരു തക്കാളി അത് മുറിച്ചിടുന്നുണ്ട്. നാല് പച്ചമുളകും നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല. 4 ടീസ്പൂണാണ്. 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തന്നെ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതേ പീര കൊണ്ട് തന്നെ നമുക്ക് 2ാം പാൽ കൂടി എടുക്കണം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒരുമാതിരി പച്ചവെള്ളം പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ എരിവിൻ്റെ കാര്യം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ഇടുകയോ അല്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ കീറി ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു പാകത്തിലുള്ള എരിവാണ് ഉണ്ടാവുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയിടാം. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് 2ാം പാൽ എടുക്കാം. രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കാം.
പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം. മുളക് പൊടിയുടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ കറിയുടെ പണി. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് മീനിട്ട് കൊടുക്കുക, വേവിക്കുക, പരിപാടി കഴിഞ്ഞു. കറി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സൈഡിൽ നിന്നെല്ലാം തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുക. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പാല് പിരിയാണെങ്കിൽ ഇതിന്റെ മുന്നേ തന്നെ പിരിയും, മുന്നത്തെ സ്റ്റേജിൽ തന്നെ പിരിഞ്ഞു വരും. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ചതിന് ശേഷമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾ പുളിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തക്കാളി എല്ലാം അരിഞ്ഞിട്ടല്ലേ, ആ സമയത്ത് തന്നെ പുളി ഇട്ട് കൊടുക്കാം. കൊടപ്പുളിയോ വാളംപുളിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. എനിക്കിപ്പോൾ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഇട്ടു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ തീ ചെറുതാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തീ ചെറുതാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കൊന്നും വേണ്ട. സ്പൂൺ അതിനകത്ത് തന്നെ ഇട്ട് വെക്കുക. അപ്പം തിളച്ച് പൊങ്ങി പോവില്ല. നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതോടെ കിടന്ന് വറ്റണം. വറ്റി ചെറുതായിട്ട് മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞു വരും ചെറുതായിട്ട്. ആ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മേലെ ചെറിയ രീതിയിലൊരു ഓറഞ്ച് കളറിൽ പാട പോലെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. എനിക്കിന്നിവിടെ അയിലാണ് കിട്ടിയിട്ടുള്ളത്. 1/2 കിലോ അയില മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാവും. പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ച് ഇളക്കരുത്, ചുറ്റിച്ചു കൊടുക്കുക. ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ മേലെ പാട പോലെ മെഴുക്ക് പിരിയുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, വീണ്ടും മൂടി വെച്ച് വേവിക്കാം. മീൻ വേവുന്ന വരെയാണ് കണക്ക്. ഒരുപാട് സമയമൊന്നും മീൻ വേവിക്കേണ്ട ആവശ്യമില്ല. 5-10 മിനിറ്റ് മതി, അപ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ അടച്ചു മൂടി വെക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അടച്ചു മൂടി വെക്കാം. പിന്നെ എപ്പോഴും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലാണ് മീനിലൊക്കെ ആ പുളിയും ഉപ്പും എരിവും എല്ലാം പിടിക്കുള്ളൂ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടും മീൻ കറിയുടെ, അതും ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കി മൂടി വെച്ചതായിരുന്നു. വൈകുന്നേരം എടുത്തപ്പോഴത്തേക്കും എല്ലാം പാകമായിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. മെഴുക്ക് മേലെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ കറി ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മളൊന്ന് ചുറ്റിച്ചു കഴിഞ്ഞാൽ കറി ഉണ്ടാവും, പാകത്തിന് കറി ഉണ്ടാവും, നല്ല കുറുകിയ ചാറുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻകറി വെക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.